ഇവിടെ ശ്രീമതി ഷഹനാസ് ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടി വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടം പൊതുപ്രവർത്തനത്തിന് ഇനി യോഗ്യനായ ഒരാളാണ് എന്ന് തോന്നുന്നുണ്ട്. പൊതുപ്രവർത്തനം അവസാനിപ്പിക്കേണ്ട ഘട്ടമാണ് എന്ന് തോന്നുന്നുണ്ട്. ഒരു ചെറിയ മറുപടി. പൊതുപ്രവർത്തകൻ മാത്രമായിട്ടല്ല, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പോലും അർഹനായ ഒരാളാണോ എന്ന് എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് അറിയാവുന്ന ഈ കേരള സമൂഹം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അത്രയ്ക്ക് ഒരു ക്രൂരമായിട്ട് ഒരു സ്ത്രീയല്ല, രണ്ട് സ്ത്രീയല്ല, ഇപ്പോൾ വന്ന മൂന്നാമത്തെ പരാതിയല്ല, അതിനപ്പുറം ഒരുപാട് സ്ത്രീകൾ ഇനിയും പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുണ്ട് എന്ന ഉത്തമ ബോധ്യമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഒരു മനുഷ്യനായി പോലും പരിഗണിക്കാൻ ഒരു അർഹതയുമില്ലാത്ത വേട്ടക്കാരനാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ ചൂരൽമലയുടെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നത്തെ അതിജീവിത നൽകിയ പരാതിയിൽ ചൂരൽമലയും അവരെ സാമ്പത്തികമായി ചൂഷണം ചെയ്തതും പറയുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷണം വിധേയമാക്കണം. പാവങ്ങൾക്ക് ലഭിക്കേണ്ട പണത്തെ ഈ രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധന വിധേയമാക്കേണ്ടതാണ്. അതിജീവിതകളെ അപമാനിക്കുന്ന രീതിയിൽ മുന്നോട്ട് പീഡിപ്പിക്കപ്പെട്ട് പരാതിയുമായിട്ട് വരുന്ന സ്ത്രീകളെ അപമാനിക്കുന്നവർക്ക്, അത് സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ, തക്ക ശിക്ഷ കൊടുത്തുകൊണ്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ കേരളത്തിലെ സ്ത്രീ സുരക്ഷിതത്വവും നവോത്ഥാനവും ഒക്കെ നടപ്പിലാകൂ എന്ന് വനിതാ മതിൽ കെട്ടിപ്പടുത്തുയർത്തിയ ഈ കേരള സർക്കാരിനോട് എനിക്ക് പറയാനുണ്ട്. കേരളത്തിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് ഇനി വരുന്ന ഇലക്ഷൻ വരെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അത് പാലിക്കേണ്ടത്, ഈ സ്ത്രീകളെ അപമാനിക്കുന്ന ഇടങ്ങളിൽ സ്ത്രീകൾക്കൊപ്പം നിൽക്കേണ്ട ഒരു ധാർമ്മികത കൂടി ഉണ്ട്. അവരെ അപമാനിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ അടക്കമുള്ള ഇടങ്ങളിൽ ആരാവട്ടെ അപമാനിക്കുന്നവർക്കെതിരെ എന്നുകൂടി നടപടി ആവശ്യമാണ്.